ഫ്യൂച്ചർ ഈസ് ഇലക്ട്രിക്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യയിൽ ഈ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണെന്നും അതിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് നെക്സോൺ എന്ന കോമ്പാക്ട് SUV ആയിരിക്കുമെന്നും ഒരുപക്ഷെ നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ടാറ്റ എന്ന് കേൾക്കുമ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ മാത്രം കാണുന്നവരുടെ അറിവിലേക്കായി പറയുകയാണ്. ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ സെഗ്മെൻറ്റിൻ്റെ 74% ഇപ്പോൾ ടാറ്റയുടെ കൈകളിലാണ്. റവ എന്ന ഇലക്ട്രിക് കാറുമായി പണ്ടേ കളം പിടിച്ച മഹീന്ദ്രയ്ക്കോ ഇന്ത്യൻ പാസഞ്ചർ കാർ സെഗ്മെൻറ്റിൻ്റെ 50% മുകളിൽ മാർക്കറ്റ് ഷെയർ വർഷങ്ങളായി കൈക്കലാക്കിയിട്ടുള്ള മാരുതി സുസുക്കിക്കോ ചെയ്ത് കാണിക്കാൻ കഴിയാത്ത കാര്യമാണ് ടാറ്റ ഇപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വക തന്നെയാണ് നെക്സോൺ ഇലക്ട്രിക് എന്ന ഈ പ്രകൃതി സ്നേഹി. നെക്സോൺ ഇലക്ട്രിക്കിൻ്റെ വിശേഷങ്ങളാണ് എയുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ടു എയുടെ ചാനൽ. ഞാൻ റിസ്വാൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഓർമ്മപ്പെടുത്തുന്നു, ഇനിയും എയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നെക്സോൺ എന്ന സക്സസ്ഫുൾ കോമ്പാക്ട് SUV തന്നെയാണ് അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ്റെയും വിജയത്തിൻ്റെ അടിസ്ഥാനം. ഒരു സക്സസ് ഫോർമുല ആൾറെഡി ഉള്ളപ്പോൾ ടാറ്റയ്ക്ക് കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമായി എന്ന് പറയാം. ഒരു കംഫർട്ടബിൾ ആൻഡ് സേഫ് ഫാമിലി കാർ എന്ന നിലയിലും ഒരു SUV പ്രൊഫൈലിലുള്ള വാഹനം എന്ന രീതിയിലും കാര്യങ്ങൾ നെക്സോൺ EVക്ക് അനുകൂലമായി വന്നു. ഡിസൈൻ പരമായി ചില മൈനർ കോസ്മെറ്റിക് ചേഞ്ചസ് നെക്സോൺ EVയെ നോർമൽ മോഡലിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. നെക്സോണിൻ്റെ ഫേസ് ലിഫ്റ്റ് ടാറ്റ ലോഞ്ച് ചെയ്തത് തന്നെ EV വേർഷനിലൂടെയായിരുന്നു. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള ഇൻസേർട്സും EV ബാഡ്ജിങ്ങും പുതിയ ഈ സിഗ്നേച്ചർ ടീൽ ബ്ലൂ ഷെയ്ഡുമൊക്കെ നെക്സോൺ EVനെ സാധാരണ മോഡലിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ഒരു ഗുഡ് ലുക്കിംഗ് കോമ്പാക്ട് SUV ആണ് നെക്സോൺ എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇൻറ്റീരിയർ ഡിസൈനിലേക്ക് വന്നാലും ലൈറ്റ് ബ്ലൂ ഇൻസേർട്സ് ഒഴികെ മാറ്റങ്ങളൊന്നും പറയാനില്ല. ബ്ലാക്ക് ഓഫ് വൈറ്റ് കളർ സ്കീമിലുള്ള ഡാഷ്ബോർഡ് ഡിസൈനിൽ പിയാനോ ബ്ലാക്ക് ഇൻസേർട്സും കംഫർട്ടബിൾ ലെതർ അപ്ഹോൾസ്റ്ററിയും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിങ്ങും സൺറൂഫും ഒക്കെ കൂടി മികച്ച ക്യാബിൻ എക്സ്പീരിയൻസ് ആണ് നെക്സോൺ EVയിലും ലഭിക്കുന്നത്. ഗിയർ ലിവറിന് പകരം ഒരു റോട്ടറി നോബാണ്. MID നോക്കാതെ ഡ്രൈവ് സ്റ്റേറ്റ് മനസ്സിലാക്കുക എന്നത് ശീലമാക്കേണ്ടതുണ്ട്. 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം പഴയത് തന്നെ. ബാറ്ററി ഡിസ്ചാർജ് അല്ലെങ്കിൽ റീജനറേഷൻ സംബന്ധമായ വിവരങ്ങളൊന്നും ഇതിൽ ലഭ്യമല്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ RPMന് പകരം റീജൻ, ഇക്കോ, പവർ എന്നീ ഇൻഡിക്കേഷൻസ് ആണ് കാണിക്കുക. എൻജിൻ ബ്രേക്കിൻ്റെയൊക്കെ സമയത്ത് ബാറ്ററി ചാർജ് ആകുന്നുവെന്ന് കാണിക്കുന്നതാണ് റീജൻ ഇൻഡിക്കേഷൻ. MIDയിൽ എനർജി ഫ്ലോ ഇൻഡിക്കേഷനും കാണിക്കുന്നു. ടാറ്റ Z കണക്ട് എന്ന സിം ബേസ്ഡ് കണക്ടിവിറ്റി ഫീച്ചേഴ്സും ലഭ്യമാണ്. റിമോട്ട് ഫീച്ചേഴ്സ്, വെഹിക്കിൾ സ്റ്റാറ്റസ്, ലൊക്കേഷൻ ബേസ്ഡ് സർവീസസ്, വെഹിക്കിൾ ഡയഗ്നോസിസ് എന്നിവ സാധ്യമാകുന്നു. ചാർജിംഗ് സംബന്ധമായ വിവരങ്ങൾ, നിയറസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ മൊബൈൽ ആപ്പിലൂടെ അറിയുവാൻ കഴിയും. സ്പേസ് ആൻഡ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ മുന്നിൽ നിൽക്കുന്ന വാഹനമാണ് നെക്സോൺ. EV വേർഷനിലും അതുപോലെ തന്നെ തുടരുന്നു. മറ്റു ചില കോമ്പറ്റീറ്റേഴ്സിനെ പോലെ ബാറ്ററി പ്ലേസ്മെൻറ്റ് കാരണം പിൻസീറ്റിൽ കാര്യമായ ബുദ്ധിമുട്ട് നെക്സോൺ EVയിൽ അനുഭവപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. നെക്സോൺ ഇലക്ട്രിക്കിൻ്റെ പെർഫോമൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ 30.2 kWh ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 129 PS പവറും 245 Nm ടോർക്ക് എന്ന രീതിയിലാണ്. 0 to 100 km/h എത്താൻ 9.9 seconds ആണ് കമ്പനി ഇതിൽ ക്ലെയിം ചെയ്തിട്ടുള്ളത്. സോ ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റൻറ്റ് ടോർക്കാണ്. അതായത് മറ്റൊരു IC അല്ലെങ്കിൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങളെ പോലെ ഒരു എൻജിനില്ല, അല്ലെങ്കിൽ ഒരു RPM നോക്കി ഓടിക്കേണ്ട, ടർബോ ലാഗ് അല്ലെങ്കിൽ ടർബോ സോൺ നോക്കിയിട്ട് ഓടിക്കേണ്ട. സോ നമ്മൾ ആക്സിലേറ്ററിൽ കാല് കൊടുക്കുന്ന ആ നിമിഷം തൊട്ട് ഫുൾ ടോർക്ക് ഇതിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. സോ അതുതന്നെയാണ് അതിൻ്റെ ഒരു ത്രില്ല്, അല്ലെങ്കിൽ നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു പെർഫോമൻസ് ആ തരത്തിലുള്ളതാണ്. ഇതൊരു സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. സോ ട്രാൻസ്മിഷൻ ഇല്ല എന്ന് തന്നെ പറയാം. വണ്ടി മൂവ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സിസ്റ്റം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ ഒരു IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് ബാറ്ററിയാണ്. കമ്പനി പറയുന്നത് 1 മീറ്റർ ഡെപ്തിൽ വെള്ളത്തിൽ 30 മിനിറ്റൊക്കെ ബാറ്ററി
കിടന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അതുകൂടാതെ AIS 48 റേറ്റിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ റേറ്റിംഗ് ഒരു സേഫ്റ്റി റേറ്റിംഗ് ആണ്. ഒരു നെയിൽ പെനിട്രേഷൻ റേറ്റിങ്ങും അല്ലെങ്കിൽ നെയിൽ പെനിട്രേഷൻ ടെസ്റ്റും ക്രഷ് ടെസ്റ്റ്, ഫയർ റെസിസ്റ്റൻറ്റ് ടെസ്റ്റ്, അത്തരത്തിലുള്ള കുറേ ടെസ്റ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സേഫ്റ്റി ഉറപ്പാക്കിയിട്ടുള്ള ഒരു ബാറ്ററി പാക്ക് കൂടിയിട്ടാണ് ഇതിന് നൽകിയിട്ടുള്ളത്. പിന്നെ 2 ഡ്രൈവ് മോഡുകൾ നൽകിയിട്ടുണ്ട്. D അല്ലെങ്കിൽ ഡ്രൈവ്, S എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മോഡ്. ഡ്രൈവ് മോഡിലെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. വളരെ ലീനിയർ ആയിട്ടുള്ളൊരു പവർ ഡെലിവറിയാണ്. അത് വളരെ സ്മൂത്താണ്. ഇലക്ട്രിക് വണ്ടി സൈലൻ്റ് ആണെന്ന് നമുക്കറിയാം. വളരെ സ്മൂത്തായിട്ട് വളരെ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ്. കാരണം ഒരു നോർമൽ ക്രൂയിസിങ്ങിന് അല്ലെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു ഡ്രൈവ് മോഡിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ട്യൂണിങ് വരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ടോർക്ക് 245 Nm ടോർക്കിൻ്റെ ഏകദേശം 60% മാത്രമേ ഈ ഒരു ഡ്രൈവ് മോഡിൽ വരുന്നുള്ളൂ. അതായത് ഏകദേശം 150 തൊട്ട് 160 Nm ടോർക്കാണ് ഈ ഒരു മോഡിൽ നമുക്ക് കിട്ടുന്നത്. സോ ഒരു നോർമൽ യൂസിന് അത് ധാരാളമാണ്. ഒരു സിറ്റി ട്രാഫിക്കിലൊക്കെ പെട്ടെന്ന് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ ഓടിയെത്താൻ അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് ഡ്രൈവിങ്ങിനൊക്കെ വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഡ്രൈവ് മോഡിൽ നിന്ന് സ്പോർട്സ് മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻറ്റ് പവർ കിക്ക് നമുക്ക് വളരെ വിസിബിളാണ്. കാരണം ഭയങ്കരമായിട്ട് ഒരു ഫുൾ ടോർക്ക് നമുക്ക് സ്പോർട്സ് മോഡിലാണ് കിട്ടുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന 0 to 100 9.9 seconds ഒക്കെ കിട്ടുന്ന ശരിക്കും ഈ ഒരു സ്പോർട്സ് മോഡിലാണ്. വളരെ ഫാസ്റ്റാണ്. കാല് കൊടുത്താൽ വണ്ടി പറക്കുകയാണ്. ഒരു 0 to 100 ശരിക്കും 9.9 seconds വേണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു മോഡിൽ കിട്ടും. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. മുൻപ് പറഞ്ഞ പോലെ ആ ഒരു ഫുൾ ടോർക്ക് വരുന്നത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ക്യാരക്ടറൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ്. ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഒരു റീജനറേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. തുടക്കത്തിൽ പറഞ്ഞ ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ്. സോ ഇതിലൊരു റീജനറേഷൻ പ്രോസസ് ഉണ്ട്, അല്ലെങ്കിൽ ബാറ്ററി സെൽഫ് ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് നമ്മൾ എപ്പോഴാണോ നമ്മൾ ഇതിലൊരു എൻജിൻ ബ്രേക്കിംഗ് സംഭവിക്കുക അല്ലെങ്കിൽ ആക്സിലേറ്ററിൽ കാലെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു എനർജിയെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇലക്ട്രിക് വണ്ടികളിലൊക്കെ ഉള്ളത്. സോ സ്വാഭാവികമായിട്ടും ഒരു സിറ്റി ഡ്രൈവിങ്ങിൽ ഓടിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ റേഞ്ച് കൂടുകയാണ്. മറ്റു IC എഞ്ചിനെ അപേക്ഷിച്ച് അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ റേഞ്ച് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കും. സോ അതൊരു റേഞ്ചിലേക്ക് റിഫ്ലക്റ്റ് ആവുകയും ചെയ്യും. സോ ഒരു ഹൈവേ ഡ്രൈവിംഗ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈവേ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു റീജനറേഷൻ ലെവൽസ് അല്ലെങ്കിൽ റീജനറേഷൻ പ്രോസസ്സ് സംഭവിക്കില്ല. അപ്പോൾ റേഞ്ചിൽ ചെറിയ രീതിയിലുള്ള റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യും. നെക്സോണിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സെയിം പ്രോസസ്സ് തന്നെയുണ്ട്. പക്ഷേ നമ്മൾ കൊന അല്ലെങ്കിൽ MGയുടെ ZS EV അത്തരത്തിലുള്ള വാഹനങ്ങളുടെ ഒരു റീജനറേഷൻ ലെവൽസ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് എൻജിൻ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു കിക്ക് ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു എൻജിൻ പോസ് ഉണ്ട്. അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ഒരു ഒറ്റ റീജനറേഷൻ ലെവൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നെക്സോൺ ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ഒരു റീജനറേഷൻ ലെവൽ വളരെ കൂടുതലായിരുന്നു. എന്ന് പറയുമ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ പെട്ടെന്നായിരുന്നു വണ്ടി ഒരു സ്റ്റോപ്പ് ആവുന്നത്. അതായത് പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാല് എടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു കിക്ക് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എൻജിൻ വളരെ പെട്ടെന്ന് സ്പീഡ് ഡൗൺ ആവുന്ന ഒരു ഫീൽ, അല്ലെങ്കിൽ എൻജിൻ ബ്രേക്കിംഗ് വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഈ അടുത്ത് ഇതിലൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവരികയും പല മാറ്റങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു റീജനറേഷൻ ലെവൽസ് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വളരെ ഒരു പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ഓടിക്കുന്ന തരത്തിലുള്ളൊരു ഫീലാണ്. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താലും പെട്ടെന്നുള്ളൊരു സ്ലോ ഡൗൺ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഡീസൽ എഞ്ചിൻ വാഹനം ഓടിക്കുന്ന പോലത്തെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫീല് തന്നെയാണ് നമുക്ക് ആ കാര്യത്തിൽ കിട്ടുന്നത്. അതുകൂടാതെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഈ ഡ്രൈവ് മോഡിലുള്ള ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സോ നേരത്തെ കുറച്ച് പെർഫോമൻസ് കൂടുതലായിരുന്നു ഡ്രൈവ് മോഡിൽ, പക്ഷേ ഇപ്പോഴത് കുറച്ച് കൺട്രോൾ ചെയ്ത് കുറച്ച് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഡ്രൈവ് മോഡിലാണെങ്കിലും സ്പോർട്ട് മോഡിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസോ അല്ലെങ്കിൽ ഇതൊരു കുറവോ ഒന്നും നമുക്ക് തോന്നില്ല. സ്പോർട്സ് മോഡ് ത്രില്ലിംഗ് പെർഫോമൻസ് ആണ്. ഒരു ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് സ്പോർട്സ് മോഡിൽ കിട്ടുന്നുണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിലും മനസ്സിലാവും, ഒരു RPMൻ്റെ സ്ഥാനത്ത് ഒരു റീജനറേഷൻ ലെവൽസ് അല്ലെങ്കിൽ ആ ഒരു മോഡ്സ് ആണ് കാണിക്കുന്നത്. റീജൻ, എക്കോ, പവർ എന്നീ മോഡുകളാണ്. അതായത് വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവിടെ കാണാൻ കഴിയും.
ഒരു നോർമൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ എക്കോയിൽ ഇങ്ങനെ ഗ്രീനായിട്ട് എപ്പോഴും തെളിഞ്ഞു നിൽക്കും. അതല്ല നല്ല സ്പീഡിൽ നല്ല പവർ എടുത്ത് അല്ലെങ്കിൽ പവർ കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഇതാണെങ്കിൽ പവർ എന്ന് പറയുന്ന ഹയർ ബാൻഡിലേക്ക് കിടക്കും. ഇനി എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു റീജൻ എന്ന് പറയുന്ന ലോവർ പാർട്ടിൽ ഒരു ബ്ലിങ്ക് വരുന്നതായിട്ട് കാണും. സോ അതിനർത്ഥം റീജനിലേക്ക് കിടക്കുമ്പോൾ റീജനറേഷൻ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സ്പോർട്സ് മോഡിൽ സ്വാഭാവികമായിട്ടും ആ ഒരു റീജനറേഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓൾറൗണ്ട് റേഞ്ചിൽ കാര്യമായിട്ടുള്ള ഒരു റിഡക്ഷനും സംഭവിക്കുന്നുണ്ടാവും. നെക്സോൺ ഇലക്ട്രിക്കിൻ്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് ചെയ്തേക്കുന്നത് 120 km/h ആയിട്ടാണ്. സോ ഒരു വലിയ എക്സ്പ്രസ് ഹൈവേകളിലൊക്കെ ഓടിക്കുമ്പോൾ അതിൽ കൂടുതൽ സ്പീഡിൽ പോകാം എന്നൊക്കെ വിചാരിച്ചാൽ നെക്സോൺ EVയിൽ നടക്കില്ല. എങ്കിലും നമ്മുടെ റോഡ് കണ്ടീഷൻസിന് 120 അത്ര പ്രാക്ടിക്കൽ അല്ല. എന്നാലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആ ഒരു സ്പീഡ് ലിമിറ്റ് വരെ നമുക്ക് നെക്സോണിൽ കിട്ടുന്നുണ്ട്. സ്പോർട്സ് മോഡിൽ നമ്മൾ ഡെഡ് സ്റ്റോപ്പിൽ നിന്ന് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു ഫുൾ ത്രോട്ടിലൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ആക്സിലേറ്റർ ഫ്ലോർ ചെയ്തിട്ടൊക്കെ എടുക്കാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വീൽ സ്പിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു ഇൻസ്റ്റൻറ്റ് ടോർക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ നെക്സോണിലൊരു പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യം ഇതിലൊരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു വീൽ സ്പിൻ കുറയ്ക്കാനൊക്കെ ഒരു ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിന് സാധിക്കും. അതുകൂടാതെ ESP അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഇതിൽ വരുന്നില്ല. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നെക്സോൺ EV ഫുൾ ചാർജിൽ എടുക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു 95 to 100% ചാർജിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇതിലൊരു റീജനറേഷൻ പ്രോസസ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സ്വാഭാവിക ലോജിക്കലി ആലോചിച്ച് നോക്കി മനസ്സിലാവും. കാരണം ബാറ്ററി ഫുള്ളാവുന്ന സമയത്ത് വീണ്ടും ഒരു ചാർജ് കയറ്റേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. സോ ആ ഒരു ഇതിൽ എൻജിൻ ബ്രേക്കിങ്ങോ അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ടോട്ടൽ റെസ്പോൺസും കുറച്ചുകൂടെ പെപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം റീജൻ പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. നെക്സോൺ EVയുടെ ഒരു ഡൈനാമിക്സ് അല്ലെങ്കിൽ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നെക്സോൺ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനത്തിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലാണ്. ഈ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബാറ്ററി പാക്ക് വരുന്നതുകൊണ്ട് ഏകദേശം 1400 kg വെയിറ്റ് ഉണ്ട് നെക്സോൺ EVക്ക്. സോ അത് അത്തരത്തിലൊരു വെയിറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മെക്കാനിക്കലി നല്ല രീതിയിൽ ഒരു റീ എഞ്ചിനീയറിങ് ടാറ്റ നടത്തിയിട്ടുണ്ട്. സസ്പെൻഷനൊക്കെ കുറച്ച് സ്റ്റിഫ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു അഡീഷണൽ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിൽ ഒരു സസ്പെൻഷൻ ട്യൂണിങ്ങിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണ സസ്പെൻഷൻ സ്റ്റിഫ് ആകുമ്പോൾ നമുക്ക് അകത്തിരിക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ പതിവാണ്. പക്ഷേ നെക്സോൺ EVയുടെ കാര്യത്തിൽ അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നല്ലൊരു റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് പാക്കേജ്. നമുക്കറിയാം നെക്സോൺ അല്ലെങ്കിൽ ടാറ്റയുടെ മറ്റു വാഹനങ്ങൾ, ഈ പുതിയ തലമുറയുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ഡൈനാമിക്സിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത്. റൈഡ് ആണെങ്കിലും ഹാൻഡ്ലിംഗ് ആണെങ്കിലും ഒക്കെ വളരെ മികച്ച റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് പാക്കേജുകളാണ് ഇപ്പോൾ വരുന്ന വണ്ടികളൊക്കെ. സോ നെക്സോൺ ആൾറെഡി ഒരു നല്ല മികച്ച പാക്കേജ് ആയിരുന്നു. സോ EVയിലേക്ക് കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ക്യാരക്ടർ, ഈ ഒരു ത്രില്ലിംഗ് പെർഫോമൻസ് കൂടി വന്നപ്പോൾ ഒരു സ്പോർട്ടി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഹാൻഡ്ലിംഗ് ആണെങ്കിൽ തന്നെയും വളരെ നല്ലതാണ്. കോർണറിങ്ങിലാണെങ്കിലും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ ആണെങ്കിലും വളരെ മികച്ചത് എന്ന് തന്നെ പറയാം. അവിടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ഫീഡ്ബാക്കാണ്, അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ട്യൂണിംഗ് ആണ്. വളരെ നല്ല രീതിയിൽ നല്ല റെസ്പോൺസ് നൽകുന്ന അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസ് നൽകുന്ന ഒരു സ്റ്റിയറിംഗ് സിസ്റ്റമാണ് നമുക്ക് നെക്സോൺ EVയിലൂടെയും കിട്ടുന്നത്. ബ്രേക്കിംഗ് ആണെങ്കിൽ തന്നെയും ഒരു കോൺഫിഡൻസ് നൽകുന്ന തരത്തിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം എന്ന പോലെ തന്നെയാണ്. എങ്കിലും ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഷുവർ ഫൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. നെക്സോൺ EVക്ക് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് അല്ലെങ്കിൽ RI സർട്ടിഫൈഡ് റേഞ്ച് എന്ന് പറയുന്നത് 312 കിലോമീറ്ററാണ് ഫുൾ ചാർജിൽ. ഒരു റിയൽ വേൾഡിൽ അത്രത്തോളം സാധ്യമല്ലെങ്കിലും ഒരു സാധാരണ യൂസേജിൽ ഏകദേശം 200 മുതൽ 230 വരെ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു വണ്ടിയുടെ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. സ്പോർട്സ് മോഡിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 150 അല്ലെങ്കിൽ 150 മുതൽ 200 ആ ഒരു ഗ്യാപ്പിൽ നോക്കിയാൽ മതി. ഒരു ഡ്രൈവ് മോഡിലിട്ട് ഒരു റുട്ടീൻ യൂസേജിനൊക്കെ ആണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് തന്നെ നമുക്ക് നെക്സോൺ EVയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റുട്ടീൻ യൂസേജിന് അല്ലെങ്കിൽ ഒരു ഇൻ്റർസിറ്റി ട്രാവലിനൊക്കെ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനുകളൊന്നാണ് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നോക്കുമ്പോൾ മറ്റു കോമ്പറ്റീഷൻ കൊന അല്ലെങ്കിൽ MG CS ഒക്കെ കുറച്ചൊരു പ്രൈസിയർ റേഞ്ചിലേക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ നെക്സോൺ EV വളരെ ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് ആയിട്ട് വരുന്നുണ്ട്. സോ ഒരു ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതിപ്പോൾ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അതുകൂടാതെ റേഞ്ച് സംബന്ധമായിട്ടുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവാം. മുൻപ് പറഞ്ഞല്ലോ, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ട്രാവൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് ടു ഹോം ഒരു ഡെയിലി റുട്ടീൻ ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള യൂസേജ് ആണെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മികച്ച എക്കണോമിക്കലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ നൽകുന്നത്. ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ചാർജ് തീർന്നു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തീരാറാവുന്ന ഒരവസ്ഥ, ഒരു 15% ബിലോ ചാർജ് ഉള്ളുവെങ്കിൽ ഈ ഒരു വാഹനം ഒരു ലിംപ് മോഡിലേക്ക് കിടക്കും.
സോ അവിടെ എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ അല്ലെങ്കിൽ പവർ ഡെലിവറിയൊക്കെ വളരെ കുറവായിരിക്കും. അതുകൂടാതെ AC യുടെ പ്രവർത്തനമൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യും. സോ ആ ഒരു മാക്സിമം ബാക്കിയുള്ള ബാറ്ററിയിൽ മാക്സിമം കിലോമീറ്റർ കവർ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത്തരത്തിലൊരു ലിംപ് മോഡ് നൽകിയിട്ടുള്ളത്. നെക്സോൺ EVയുടെ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 0 to 80% ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 1 മണിക്കൂർ സമയമാണ് അവകാശപ്പെടുന്നത്. 80 to അല്ലെങ്കിൽ അവസാനത്തെ ഒരു 5 to 10% ചാർജ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം വേണം. അതിപ്പോൾ ഏത് തരത്തിലുള്ള ചാർജിങ് ആണെങ്കിലും. കാരണം ഒരു ബാറ്ററിയുടെ ആ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൂടുതൽ നാൾ നീണ്ടു നിൽക്കാനുള്ള ഒരു ആസ്പെക്റ്റിലാണ് അത്തരത്തിലൊരു സെറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇനി അതല്ല ഒരു നോർമൽ AC ചാർജിങ് ആണെങ്കിൽ തന്നെ 10 to 90% എത്താനായിട്ട് ഏകദേശം 8.5 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. ഇതൊരു 15 ആംപിയർ നോർമൽ പ്ലഗ് പോയിന്റിൽ കണക്ട് ചെയ്തിട്ടാൽ മതിയാവും. ടാറ്റ അതിന് വേണ്ടിയിട്ടുള്ള ചാർജർ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളുള്ള എല്ലാ സപ്പോർട്ടും ടാറ്റയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായിരിക്കും. ബാറ്ററിക്കും മോട്ടറിനും ഏകദേശം 8 വർഷത്തെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ വാഹനത്തിന് ഒരു 3 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്, 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതുമാണ്. 3 വേരിയൻറ്റുകളിലായിട്ടാണ് ടാറ്റ നെക്സോണിൻ്റെ EV ലോഞ്ച് ചെയ്തിട്ടുള്ളത്. XM, XZ Plus, XZ Plus Lux. XM എന്ന് പറയുന്ന വേരിയൻ്റെ ബേസ് പ്രൈസിങ് വരുന്നത് ഏകദേശം 14 ലക്ഷം രൂപയാണ്. XZ Plus ആണെങ്കിൽ 15,000, XZ Plus Lux ആണെങ്കിൽ ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള XZ Plus Lux ആണെങ്കിൽ 16,500 ലക്ഷം രൂപയാണ്. സോ ഈ ടോപ്പ് വേരിയൻ്റ് ഓൺ ദ റോഡ് ഏകദേശം 17.7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓൺ ദ റോഡ് കിട്ടുന്നുണ്ട്. സോ സ്വാഭാവികമായും നമ്മൾ ഈ നെക്സോൺ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനെ അപേക്ഷിച്ച് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ പൈസ അതൊരു ലോങ് ടേം യൂസിൽ വളരെ ബെനിഫിഷ്യൽ ആയിട്ട് വളരെ എക്കണോമിക്കലായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം, നെക്സോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കുമ്പോൾ കിട്ടുന്ന ചില ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. കേരളമല്ല, മറിച്ച് ചില സംസ്ഥാനങ്ങൾ ഡൽഹി, മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ 1.5 ലക്ഷം രൂപ ഒരു ഡിസ്കൗണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് മറ്റു സബ്സിഡികളും ഒക്കെ ഉണ്ട്. കേരളത്തിൽ അത്തരത്തിലുള്ള സബ്സിഡി ഇല്ല. എങ്കിലും ഈ വാഹനത്തിന് മേലെടുക്കുന്ന ലോണിന് ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, ക്ലെയിം ചെയ്യാവുന്നതാണ്. സോ അത്തരത്തിലുള്ള ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ എക്കണോമിക്കലായിട്ട് തന്നെ തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ ടാറ്റ ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ശുഭകരമായിട്ട് വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇലക്ട്രിക് പ്രോഡക്റ്റ് ടാറ്റയുടെ ഭാഗത്ത് നിന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ ടാറ്റ ചൂസ് ചെയ്തത് ആൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോമുല അല്ലെങ്കിൽ നെക്സോണിലൂടെ ആൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽ തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു പുതിയ വണ്ടി, ഒരു ഇലക്ട്രിക് വെഹിക്കിൾ മാത്രമായിട്ടൊരു പുതിയ ലോഞ്ച് ചെയ്ത് ഇത്രത്തോളം ഒരു സക്സസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ചും ടാറ്റ എന്നൊരു ബ്രാൻഡ് ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം വൈഡ്ലി അക്സെപ്റ്റഡ് ആകുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നെക്സോൺ ആൾറെഡി സക്സസ്ഫുൾ ആയതുകൊണ്ടും എല്ലാവർക്കും നെക്സോണിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല ധാരണകളൊക്കെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് മാർക്കറ്റിൽ കിട്ടിയത് കൊണ്ടുമാണ് ഒരു പക്ഷേ ഇത്രത്തോളം ഒരു EVയുടെ കാര്യത്തിലും ആ ഒരു റെസ്പോൺസ് ടാറ്റ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു തീരുമാനം വളരെ നല്ലത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നെക്സോൺ എന്നൊരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചോളം വളരെ എന്താ പറയുക സേഫ് ആയിട്ടുള്ള വണ്ടിയാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്, ഒരു ഫീച്ചർ റിച്ച് ആണ്, ഒരു വെൽ ബിൽറ്റ് കാറാണ്. അതുകൂടാതെ ഇപ്പോൾ ഒരു EV വന്നപ്പോൾ വളരെ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഒക്കെ നൽകുന്ന ഒരു ആസ് എ പാക്കേജ് വളരെ നല്ല രീതിയിൽ വന്നിട്ടുള്ള ഒരു വാഹനമാണ് നെക്സോൺ EV എന്ന് തന്നെ പറയാം. സോ ഒരു ടാറ്റ ബാഡ്ജുള്ള കാറുകൾ ഇത്രയും വളരെ സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു പക്ഷേ നെക്സോൺ EVയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. Can you hear the sound?